എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വിശപ്പകറ്റാൻ വടകരയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച അക്ഷയപാത്രം പദ്ധതിക്ക് വ്യാഴാഴ്ച വൈകുന്നേരം തുടക്കം കുറിക്കും. പദ്ധതിയുടെ ഉദ്ഘാടനം വടകര നഗരസഭാ ചെയർമാൻ കെ ശ്രീധരൻ നിർവഹിക്കുമെന്ന് വടകര ഡിവൈഎസ്പി സദാനന്ദൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വടകര ഡിവൈഎസ്പി പി സദാനന്ദന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫേസ്ബുക്ക് കൂട്ടായ്മയായ അത്തായ കൂട്ടായ്മയുമായി സഹകരിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വടകരയിൽ ഈ പദ്ധതിക്ക് ചുക്കാൻ പിടിക്കുന്നത് വടകരയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ 123 ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ റിയാസിന്റെ നേതൃത്വത്തിലാണ്. വടകരയിൽ പണമില്ലാതെ വിശന്ന് വലയുന്നവർക്ക് സൗജന്യമായി ഭക്ഷണം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അക്ഷയപാത്രം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ട്രാഫിക് പോലീസ് സ്റ്റേഷൻ സംയുക്തമായാണ് പദ്ധതി ആരംഭിക്കുന്നത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് സൗജന്യമായി ഇതിനാവശ്യമായ കേബിൻ നിർമ്മിച്ചു നൽകിയത്. പോലീസ് അക്ഷയപാത്രം എന്ന പേരിൽ ജനമൈത്രി പോലീസും അത്താഴക്കൂട്ടം എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടത്തുന്ന പ്രോജക്റ്റ് നാളെ വടകരയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. നഗരത്തിലെത്തുന്ന കയ്യിൽ പണമില്ലാത്ത ആളുകൾക്ക് ആരുടെ മുന്നിലും തലകുനിക്കാതെ, ആരുടെ മുന്നിലും കൈനീട്ടാതെ, അന്തസ്സിന് കോട്ടം തട്ടാതെ ഈ അക്ഷയപാത്രത്തിൽ വന്ന് ഭക്ഷണം എടുത്ത് കൊണ്ടുപോകാവുന്നതാണ്. ഭക്ഷണം അവിടെ എത്തിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഒരു ഫുഡ് ചില്ലർ സ്ഥാപിച്ചിട്ടുണ്ട്, ഒരു ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല, അവിടെ നിന്ന് എടുത്തിട്ട് പോകാവുന്നതാണ്. ഇതിൻ്റെ സുഗമകരമായ നടത്തിപ്പിന് വേണ്ടിയിട്ട് ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മീറ്റിംഗ് എല്ലാ 2 മാസങ്ങളിലും കൂടും വടകര ഡിവൈഎസ്പി ഓഫീസിൽ. അത് കൂടാതെ ഇതിൻ്റെ ഡെയിലി മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിക്കും. നാളെ വൈകുന്നേരമാണ് 4 മണിക്കാണ് ഇതിൻ്റെ ഉദ്ഘാടനം. നല്ല രീതിയിൽ യാതൊരുവിധ ദുരുപയോഗവും ഇല്ലാത്ത രീതിയിൽ കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് ഇതേ പദ്ധതി നടക്കുന്നുണ്ട്. വടകര മുനിസിപ്പൽ ചെയർമാനാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത്. അതെ, കവി പവിത്രൻ തീക്കുനി ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. മദ്യപിച്ചിട്ട് വരുന്ന ആളുകൾക്ക് ഭക്ഷണം കൊടുക്കില്ല, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്നിൽ കൂടുതൽ ഭക്ഷണം ഒരാൾക്ക് കൊടുക്കില്ല. സാധാരണ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് തന്നെയാണ് ഭക്ഷണം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്ത് അത്താഴക്കൂട്ടത്തിൻ്റെ വക ഭക്ഷണം അവിടെ എത്തും. ഉച്ചക്കും വൈകുന്നേരങ്ങളിലും ഉണ്ടാവും. പിന്നെ അതിന് പുറമെ സ്വമേധയാ മുന്നോട്ട് വന്നിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങൊക്കെ നടക്കുമ്പോൾ, ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷണം അധികമുള്ളതോ അല്ലെങ്കിൽ ഇതിലേക്കായിട്ട് തന്നെ സംഭാവന ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടോ ഉണ്ടാക്കിക്കൊണ്ട് ആളുകൾക്ക്, നാട്ടുകാർക്ക് ആർക്കും അവിടെ ഭക്ഷണം വെക്കാവുന്നതാണ്. വടകരയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡിവൈഎസ്പി പി സദാനന്ദൻ, CI കരീം, 123 മാനേജിംഗ് ഡയറക്ടർ റിയാസ് പാണ്ടികശാല, ഷംറീസ് അത്തായക്കൂട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അർഹരായ ആളുകൾ, നഗരത്തിലെത്തുന്ന യാത്രക്കാരായ ആളുകൾ, അതുപോലെ ഹോസ്പിറ്റൽ കേസുമായി വന്നിട്ട് ഇവിടെ കുടുങ്ങിപ്പോകുന്ന നിരാലംബരായ ഇതിൻ്റെ ബൈസ്റ്റാൻഡേഴ്സ്, അതുപോലെ തന്നെ ജോലി അന്വേഷിച്ച് വരുന്ന ആളുകൾ, അങ്ങനെയൊക്കെ വളരെ അർഹതപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം, വിശപ്പിൻ്റെ ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ ഇതൊരു ഫെസിലിറ്റിയേക്കാൾ ഉപരി അതൊരു സൊല്യൂഷനായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. ഇപ്പം ഭക്ഷണം സ്ഥിരമായി എടുക്കുന്ന ആളുകളെക്കുറിച്ച് ഞങ്ങളൊരു മോണിറ്റർ ചെയ്യുകയും, ഇപ്പോൾ അവിടെ ക്യാമറ ഒക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ക്യാമറ ഞങ്ങൾ മൊബൈലായിട്ടൊക്കെ കണക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ആ സ്ഥിരമായിട്ട് ഭക്ഷണം എടുക്കുന്ന ആൾക്കാരെ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് അവരെ റിഹാബിലേഷൻ പ്രോസസ്സിലേക്ക് കൊണ്ടുവരും. അവരുടെ ആവശ്യം എന്താണ്, എന്തുകൊണ്ട് അവർ തെരുവിൽ അലയുന്നു എന്നതിനെക്കുറിച്ച് മനസ്സിലായി അവർക്കൊപ്പം നിന്നുകൊണ്ട് അവർക്കൊരു സ്വാതന്ത്ര്യമായി തന്നെ അവരെ റിഹാബിലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം. ഒപ്പം തന്നെ നഗരത്തിൽ ദിവസേന എത്തുന്ന ഫ്ലോട്ടിംഗ് പീപ്പിൾസിന് ഭക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമാണ്. അതായത് നഗരത്തിലൊരു വിശന്നിട്ട് ഒരാൾ പോലും നഗരത്തിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പോലീസുമായിട്ട് സഹകരിച്ചിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ദുരുപയോഗങ്ങൾ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വിഷയം. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം.
Family Wedding Center.